നമസ്കാരം. പ്രശസ്ത സംഗീത സംവിധായകനായ SP വെങ്കടേഷ് വിടവാങ്ങുമ്പോൾ ഓർമ്മയാകുന്നത് 1980കളുടെ അവസാനവും 1990കളിലൊക്കെ തന്നെ നിറഞ്ഞു നിന്നിരുന്ന മലയാള സിനിമാ സംഗീതത്തിലെ ഒരു അലൗകിക സാന്നിധ്യത്തെയാണ്. SP വെങ്കടേഷ് ആദ്യം സംഗീതം പറഞ്ഞ ചിത്രം ജനകീയ കോടതിയായിരുന്നുവെങ്കിലും അദ്ദേഹം ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് രാജാവിൻ്റെ മകൻ എന്ന ചിത്രം തന്നെയായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മോഹൻലാലിനെ സൂപ്പർ താരമാക്കിയ ചിത്രമായിരുന്നു രാജാവിൻ്റെ മകൻ. അതേ ചിത്രം തന്നെയാണ് SP വെങ്കടേഷ് എന്ന സംഗീത സംവിധായകൻ്റെയും പശ്ചാത്തല സംഗീത വിദഗ്ധൻ്റെയൊക്കെ തന്നെ സാന്നിധ്യം മലയാള സിനിമയിൽ ഉറപ്പിച്ചത്. രാജാവിൻ്റെ മകനിലെ ഗാനങ്ങളെല്ലാം തന്നെ ഹിറ്റുകളായിരുന്നു. വെണ്ണിലെ ഗന്ധർവ വീണകൾ പാടുന്ന സംഗീതം എന്നുള്ള പ്രശസ്തമായ ഗാനം, ഒപ്പം രാജാവിൻ്റെ മകൻ എന്ന ആ ആക്ഷൻ ചിത്രത്തിലെ ചടുലമായ രംഗങ്ങളുടെയൊക്കെ തന്നെ പശ്ചാത്തല സംഗീതം SP വെങ്കടേഷിനെ ഏറെ ശ്രദ്ധേയനാക്കിയിരുന്നു. മലയാളത്തിലെ മറ്റു പല സംഗീത സംവിധായകരെ അപേക്ഷിച്ചുള്ള SP വെങ്കടേഷിൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹം ഒരു ഗാനങ്ങളുടെ സംഗീത സംവിധാനം എന്നുള്ളതിലൊപ്പം തന്നെ പശ്ചാത്തല സംഗീതം ഒരുക്കുന്നതിലും അതിവിദഗ്ധനായിരുന്നു. 90കളിലൊക്കെ ഇറങ്ങിയ ആക്ഷൻ ചിത്രങ്ങൾ ഇന്ന് കാണുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും ആ സാന്നിധ്യം. ഒരു ഗിറ്റാർ മാന്ത്രികനായിരുന്നു അദ്ദേഹമെന്നാണ് അറിയപ്പെട്ടിരുന്നത്. അസാമാന്യമായ രീതിയിൽ ഗിറ്റാർ വായിക്കാൻ കഴിവുണ്ടായിരുന്ന അദ്ദേഹത്തിന് മറ്റു പല ഉപകരണങ്ങളുടെ ശബ്ദം ഗിത്താറിലൂടെ പുറപ്പെടുവിക്കാൻ കഴിയുമായിരുന്നു എന്നാണ് പറയപ്പെട്ടിരുന്നത്. SP വെങ്കടേഷ് സംഗീതം പകർന്ന പല ആക്ഷൻ ചിത്രങ്ങളുടെയും പശ്ചാത്തല സംഗീതം നമ്മളിന്ന് കേട്ടു നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും അതിലൊക്കെ തന്നെ മുഴങ്ങി നിൽക്കുന്നത് ഗിറ്റാർ തന്നെയായിരുന്നു എന്നുള്ളത്. SP വെങ്കടേഷിനെ സംബന്ധിച്ചിടത്തോളം ഏതുതരം പാട്ടും അദ്ദേഹത്തിന് വളരെ അനായാസം സംഗീതം നൽകാൻ കഴിയുമെന്നാണ് പറയപ്പെടുന്നത്. പലരും പറയാറുണ്ട് MS വിശ്വനാഥൻ എന്ന സംഗീത രാജാവിനെക്കുറിച്ച്, നമ്മോടൊപ്പം ഇല്ലാത്ത MS വിശ്വനാഥനാണ് ഒരുപക്ഷെ ഏറ്റവും പെട്ടെന്ന് വരികൾ കിട്ടിയാൽ സംഗീതം ചെയ്യുന്ന ഒരു സംഗീത സംവിധാനം എന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെയായിരുന്നു SP വെങ്കടേഷ് എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തിന് ഒരു കവിത കിട്ടിയാൽ അസാമാന്യമായ വേഗതയിൽ അതിൻ്റെ സംഗീത സംവിധാനം നിർവഹിക്കുമായിരുന്നു എന്നാണ് കേട്ടിരുന്നത്. കിലുക്കത്തിലെ കിലുകിൽ പമ്പരം എന്ന അതിമനോഹരമായ ആ ഒരു ഉറക്കപ്പാട്ട് ചെയ്ത അതേ SP വെങ്കടേഷ് തന്നെയാണ് ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവന്ന ജോണി വാക്കറിലെ ഈ അടിപൊളി സംഗീതവും ചെയ്തത്. SP വെങ്കടേഷിനെ കുറിച്ച് പറയുമ്പോൾ ഒരു വലിയ കാലഘട്ടത്തിലെ ഹിറ്റ് ഗാനങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റേതായിരുന്നു. പ്രിയദർശൻ ചിത്രങ്ങളിലാണെങ്കിലും സ്ഫടിക പോലെയുള്ള ഭദ്രൻ്റെ സിനിമകളിലൊക്കെ തന്നെ സംഗീതം പകർന്ന അദ്ദേഹമായിരുന്നു. ഏഴിമല പൂഞ്ചോല എന്ന സ്ഫടികത്തിലെ പ്രശസ്തമായ ഗാനമൊക്കെ തന്നെ നമുക്ക് ഓർമ്മ വരും. എത്ര ചടുലതയോടെ എത്ര മനോഹരമായിട്ടാണ് ആ ഗാനങ്ങളെ തന്നെ അദ്ദേഹം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ ONV കുറുപ്പിൻ്റെ മനോഹരമായ എത്രയോ ഈ വരികളാണ് അദ്ദേഹം അതിമധുരമായ ഈണങ്ങളിലൂടെ നമുക്ക് പ്രിയങ്കരമാക്കി തന്നിട്ടുണ്ടായിരുന്നത്. തുടർക്കഥ എന്ന ചിത്രത്തിലെ ആതിരവരവായി തുടങ്ങിയ എത്ര ഗാനങ്ങൾ അദ്ദേഹം നമുക്ക് വേണ്ടി സമ്മാനിച്ചിട്ടുണ്ട്. പുതിയ തലമുറയുടെ സിനിമകൾ സജീവമാകുന്ന ഈ കാലഘട്ടത്തിൽ സിനിമയിൽ ഗാനങ്ങൾക്കുള്ള പ്രസക്തി വളരെ കുറഞ്ഞു വരുന്ന ഒരു സന്ദർഭത്തിൽ SP വെങ്കടേഷിനെയൊക്കെ പോലെയുള്ള മഹാപ്രതിഭകളെ നമുക്ക് ഒരുപക്ഷെ എല്ലാവർക്കും ഓർക്കാൻ കഴിയില്ലായിരിക്കാം. പക്ഷേ ഇന്നും പഴയ ഗാനങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ആ മഹാനായ സംഗീത സംവിധായകനെ ഓർക്കുന്നു. ഒരുപക്ഷെ ദേവരാജനും MK അർജുനനും V ദക്ഷിണാമൂർത്തിയും ഒക്കെ കഴിഞ്ഞ് വന്ന മറ്റൊരു കാലഘട്ടത്തിൽ കഴിഞ്ഞു വരുമ്പോൾ ശ്യാമിനെയും പോലെയുള്ള അതല്ലെങ്കിൽ ഔസേപ്പച്ചനെ പോലുള്ള സംഗീത സംവിധായകരുടെ ആ ഒരു തലമുറയിലേക്ക് കടന്നു വരുമ്പോൾ അവരിലേറെ ശ്രദ്ധേയനായ വളരെ വെറൈറ്റിയുള്ള പാട്ടുകൾ തീർത്ത സിനിമകൾക്ക് പശ്ചാത്തല സംഗീതം ഒരുക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ അദ്ദേഹം വളരെ ശ്രദ്ധ പുലർത്തിയിരുന്ന ഒരു സംഗീത സംവിധായകനാണ് നമുക്ക് SP വെങ്കടേഷിൻ്റെ വിയോഗത്തോടുകൂടി നഷ്ടമാകുന്നത്. ഇന്ത്യൻ സിനിമയിൽ ഗാനരംഗങ്ങൾ ഇത്രയും ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്ന ഒന്ന് മലയാള സിനിമ തന്നെയാണ് എന്നാണ് പൊതുവെ എല്ലാവരും കരുതിയിട്ടുള്ളത്. പണ്ട് മുതലേ ഈ ഗാനരംഗങ്ങൾ ചിത്രീകരിക്കുന്ന കാര്യത്തിലും അത് റെക്കോർഡ് ചെയ്യുന്ന കാര്യത്തിലും സംഗീതത്തിൻ്റെ കാര്യത്തിലുമൊക്കെ തന്നെ വളരെ കണിശത പുലർത്തിയിരുന്ന കൃത്യത പുലർത്തിയിരുന്ന സംഗീത സംവിധായകരും എഴുത്തുകാരൊക്കെ തന്നെയാണ് നമുക്കുണ്ടായിരുന്നത്. അവരുടെ തലമുറയിലെ ഒരു വളരെ പ്രഗത്ഭനായ ഒരു വ്യക്തിയെയാണ് SP വെങ്കടേഷിൻ്റെ ഈ വിയോഗത്തോട് നഷ്ടമാകുന്നത്. അദ്ദേഹം മലയാളിയല്ല, അദ്ദേഹം തമിഴ്നാട് സ്വദേശിയാണെങ്കിൽ പോലും മലയാള സിനിമയ്ക്ക് അദ്ദേഹം നൽകിയ സംഭാവനകൾ നിസ്തുലമാണ്. എല്ലാ കാലത്തും മലയാളികൾ അവരുടെ ചുണ്ടുകളിൽ മുകളിൽ നടക്കുന്ന 10 പാട്ടെടുക്കുമ്പോൾ അതിൽ ഒരു പാട്ടെങ്കിലും അത് SP വെങ്കടേഷ് സംഗീതം നൽകിയതായിരിക്കും എന്ന് നമുക്ക് നിസ്സംശയം പറയാം. വർഷങ്ങൾക്ക് ശേഷം സ്ഫടികം സിനിമ 4Kയിൽ റീമേക്ക് ചെയ്ത് പുറത്തു വരുമ്പോഴും അതിൽ സംഗീതം നൽകിയതും SP വെങ്കടേഷ് തന്നെയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ആ ഒരു അനുഭവത്തെക്കുറിച്ചൊരിക്കൽ സംവിധായകൻ ഭദ്രൻ പറഞ്ഞിട്ടുണ്ട്. ആ റീറെക്കോർഡിങ് നടക്കുന്ന വേളയിൽ SP വെങ്കടേഷിൻ്റെ കണ്ണുകൾ നിറഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം താൻ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത ചിത്രത്തിന് വീണ്ടും സംഗീത സംവിധാനം നിർവഹിക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു നിർവൃതി സന്തോഷം അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ കാണാൻ കഴിഞ്ഞു എന്നാണ് സംവിധായകൻ ഭദ്രൻ പറഞ്ഞിരുന്നത്. ഏതായാലും ലാലേട്ടനെ മലയാളത്തിൻ്റെ പ്രിയങ്കരനായ സൂപ്പർ സ്റ്റാറാക്കിയ അതേ രാജാവിൻ്റെ മകൻ തന്നെയാണ് SP വെങ്കടേഷ് എന്ന മഹാനായ സംഗീത സംവിധായകനെയും മലയാളത്തിൽ ചൂടുറപ്പിക്കാൻ സഹായിച്ചത് എന്ന് തന്നെ പറയേണ്ടി വരും. ഏതായാലും SP വെങ്കടേഷിൻ്റെ വിയോഗം നമ്മൾ പലരും മരിക്കും പറയാറുണ്ട് നികത്താനാകാത്തതാണ് എന്ന്. പക്ഷേ അതൊരു ആലങ്കാരിക പ്രയോഗമല്ല. SP വെങ്കടേഷിനെ സംബന്ധിച്ചിടത്തോളം
അതൊരു നികത്താനാവാത്ത നഷ്ടം തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളിലൂടെ എന്നും നമ്മുടെ മനസ്സിൽ അദ്ദേഹം നിറഞ്ഞു നിൽക്കുക തന്നെ ചെയ്യും.